തൊട്ട് പിറ്റേ ദിവസം അവരാശ്വസിപ്പിക്കാൻ വേണ്ടി ആദ്യമെത്തിയത് സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബൃന്ദ കാരാട്ടാണ്. മുഹമ്മദ് അഖ്ലാഖിന്റെ ഭാര്യയെയും പെൺകുട്ടികളെയും അവർ ആശ്വസിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. 2 ദിവസം കഴിഞ്ഞാണ് യുപിയിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി അവിടെ എത്തുന്നത്. രാഹുൽ ഗാന്ധി ഗോവധ നിരോധനത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് രാഹുൽ ഗാന്ധി പോയി 6 ദിവസം കഴിഞ്ഞാണ് ഡൽഹിയിൽ മുഹമ്മദ് അഖ്ലാഖിന്റെ സഹോദരൻ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടത്. ബൃന്ദ കാരാട്ട് അവിടെ പോയില്ലായിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ എത്തുമായിരുന്നില്ല. ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമായിരുന്നില്ല. ലീഗ് പോലും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ലീഗ് നേതൃത്വം ഗോവധ നിരോധനത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞു ഇതുവരെ? കേരള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കേരള ഹൌസിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് 2 ദിവസം മുമ്പ് പരിശോധനയ്ക്ക് വന്നത്. ബീഫ് ഇറച്ചി അവിടെ വിൽക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട്. എന്നിട്ട് റെസിഡന്റ് കമ്മീഷണർ അവിടുത്തെ കാന്റീനിന്റെ ഉത്തരവാദിത്തപ്പെട്ട മാനേജർ പോലീസിന് എഴുതി കൊടുത്തു, ഇനി മുതൽ ബീഫ് ഇവിടെ വിൽക്കുന്നതല്ല. കോൺഗ്രസ് പ്രതിഷേധിച്ചോ? അതിൽ കോൺഗ്രസിന് എംപിമാരുണ്ടായിരുന്നില്ലേ? ലീഗിന് എംപിമാരുണ്ടായിരുന്നില്ലേ? പോത്തിറച്ചി ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നതാരാണ്? അത്തരക്കാരുടെ ആളുകളെന്ന് പറയപ്പെടുന്നവർക്ക് അതിൽ പ്രതിഷേധിക്കാൻ ധൈര്യം വന്നില്ല. ഇടതുപക്ഷ എംപിമാരാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ സമരപ്രഖ്യാപനം നടത്തിയത്. സഖാവ് പിണറായി വിജയൻ ആ സമരത്തിൽ പങ്കാളിയായി. ഡൽഹി മുഖ്യമന്ത്രി ഇടപെട്ടു. അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം വളരെ വളരെ മൃദുവായ രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത്. അവസാനം ഇടതുപക്ഷ എംപിമാരും സഖാവ് പിണറായി വിജയനും കേരള ഹൌസിൽ പ്രതിഷേധത്തിന്റെ ജ്വാലകൾ ഉയർത്തി എന്ന് കേട്ടപ്പോ യാതൊരു ഗത്യന്തരവുമില്ലാതെ ഉമ്മൻചാണ്ടി അതിൽ ഇടപെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉമ്മൻചാണ്ടി ഇന്നുവരെ RSS എന്ന് പറയുന്ന 3 അക്ഷരം എന്തെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടോ? RSSനെതിരായി എന്തെങ്കിലും ഒരു വാക്ക് ഇന്നുവരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതായി കേട്ടുകേൾവിയുണ്ടോ? കോൺഗ്രസുകാരെ കുറിച്ച് സഖാവ് VS ഇന്നലെ പറഞ്ഞത് എത്ര പ്രസക്തമാണ്. ഉമ്മൻചാണ്ടി അതിനെ പ്രതീകമാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പകല് കോൺഗ്രസും രാത്രി RSSുമാണ് ഉമ്മൻചാണ്ടി എന്ന്. കോൺഗ്രസിലെ പലർക്കും ആ പരാമർശം യോജിക്കുമെന്ന് കോൺഗ്രസുകാരായിട്ടുള്ള ആളുകളെ അറിയുന്നവർക്കറിയാം. ഗ്രൂപ്പ് തിരിച്ചു കൊല്ലാൻ കോൺഗ്രസുകാർക്ക് മടിയില്ല. തൃശൂരിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്ര സന്നിധിയിൽ വെച്ചുകൊണ്ടാണ് തങ്ങളുടെ എതിർ ഗ്രൂപ്പുകാരനെ കോൺഗ്രസുകാർ വകവരുത്തിയത്. ഏറ്റവും അടുത്ത് ചാവക്കാട്ട് ഹനീഫ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയും കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന്റെ പേരിൽ കൊല ചെയ്യാൻ അവർക്ക് മടിയുണ്ടായില്ല. എന്നാൽ ഇന്നുവരെ അബദ്ധത്തിൽ പോലും ഒരു RSSകാരന് നേർക്ക് ഒരു കോൺഗ്രസുകാരന്റെ കൈ ഉയർന്നിട്ടില്ല എന്ന് നാം മറന്നുപോകരുത്. കോൺഗ്രസിന് RSSും BJPയും വളർന്നാലും അവര് രാഷ്ട്രീയ നേട്ടം കൊയ്താലും ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരാണ് കേരളത്തിൽ RSSനോടും BJPയോടും ഇഞ്ചോടിഞ്ച് പൊരുതി നിൽക്കുന്നത്. ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണിൽ RSSന് വളരാനാവില്ല. ബംഗാളിൽ 30 വർഷത്തെ ഇടതുപക്ഷ ഭരണം അവസാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് അവസാനിച്ചപ്പോൾ പോലും CPM അതിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഏറ്റവും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ ബംഗാളിൽ പോലും ഇടതുപക്ഷം തോറ്റപ്പോൾ BJPക്ക് ആ സ്ഥാനത്ത് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളാരും വിസ്മരിക്കരുത്. കേവല ഭരണത്തിനപ്പുറം നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനെ മതനിരപേക്ഷമാക്കുന്നതിൽ ഇടതു പാർട്ടികൾ വിജയിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രാജ്യം മുഴുവൻ BJPയുടെയും RSSന്റെയും തരംഗം ആഞ്ഞടിച്ചപ്പോഴും
ഇടതുപക്ഷത്തിന് ദയനീയമായ തോൽവി പറ്റിയിട്ടും അവിടെ RSSന് കടന്നു കയറാൻ സാധ്യമാകാതെ പോയത്? കേരളത്തിൽ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണോ RSS വളരാത്തത്? RSSന്റെ അക്രമ രാഷ്ട്രീയത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഈ നാട്ടിൽ ഇടതു പാർട്ടികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. 500-ലധികം സഖാക്കളുടെ ജീവനാണ് ബലി കൊടുക്കേണ്ടി വന്നത് RSSനെ പ്രതിരോധിച്ച് നിർത്തുന്ന ധീരമായിട്ടുള്ള പോരാട്ടത്തിന്റെ വീതിയിൽ ഇടതു പാർട്ടികൾക്ക്, വിശിഷ്യ CPIM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. എന്തുകൊണ്ടാണ് RSSനോട് അംഗം വെട്ടി എന്നും CPM നിൽക്കുന്നത്? രാഷ്ട്രീയമായി UDF ചെയ്യുന്നത് പോലെ ചില നീക്കുപോക്കുകൾ അവരുമായിട്ട് നടത്തിക്കൂടെ CPIM-നും ഇടതു പാർട്ടികൾക്കും? അത് പ്രത്യയശാസ്ത്രപരമായ ഏറ്റവും വലിയ അപരാധമാണ്